അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും എങ്ങനെ പങ്കുവയ്ക്കാൻ കഴിയും? എപ്പോൾ അവിടേക്ക് ഈ വിലാപയാത്ര എത്തിച്ചേരുമെന്നാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? വിലാപയാത്ര പ്രധാന പാതയിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ബാക്കിയുള്ളത്. പക്ഷേ അപ്പോഴും പതിയെയാണ് യാത്ര വരുന്നത്. എത്ര സമയം കൊണ്ട് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് നമുക്കൊരു കണക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം നിഗംബോധ് ഘാട്ട്, ശ്മശാൻ ഭൂമി എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ്. ഇവിടെയാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. വലിയ സുരക്ഷ കാണാം. ബാരിക്കേഡുകൾ ഒരുക്കിയിരിക്കുന്നു. പോലീസും അർദ്ധ സൈനിക വിഭാഗവും സൈനികരും ഇവിടേക്ക് എത്തുന്നുണ്ട്. വാഹന നിയന്ത്രണങ്ങൾ, ഗതാഗതം നിയന്ത്രിക്കുന്നു. ഇതൊരു പ്രധാന പാതയാണ്. ഡൽഹി നഗരത്തെ ഡൽഹി സർവകലാശാലയുമായിട്ടും പ്രസിദ്ധമായിട്ടുള്ള കശ്മീരി ഗേറ്റുമായിട്ടും എല്ലാം തന്നെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. ഒരുപാട് നേരമൊന്നും അടച്ചിടുക എന്ന് പറയുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല, നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ വിലാപയാത്ര, ആ വാഹനവ്യൂഹം എപ്പോൾ ഇവിടെ എത്തുമോ ആ സമയത്തനുസരിച്ച് ഇവിടെ ഈ വാഹനങ്ങൾ തടയും. സുഗമമായി തന്നെ ആ വാഹനവ്യൂഹം, വിലാപയാത്ര അകത്തേക്ക് കടക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കി നൽകുമെന്നുള്ളതാണ്. നിലവിലിതാ നവ്ജോത് സിംഗ് സിദ്ധു, കോൺഗ്രസിന്റെ പ്രസിദ്ധ നേതാവാണ് പഞ്ചാബിൽ നിന്നുള്ളത്. അദ്ദേഹം ഇവിടേക്ക് നിഗംബോധ് ഘാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് പുറമെ നിരവധി നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. വിദേശ രാജ്യ പ്രതിനിധികൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി. ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വസതിയിലും ഇന്ന് കോൺഗ്രസ് ആസ്ഥാനത്തെത്തിയവരും അവിടെ ഒന്നും എത്തി കാണാത്തവരും ഇവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും സാധാരണക്കാർക്കും അതുപോലെ തന്നെ പ്രവർത്തകർക്കോ മാധ്യമപ്രവർത്തകർക്കോ അകത്തേക്ക് പ്രവേശനമില്ല. ഇവിടെ ബാരിക്കേഡിന് പുറത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ പറയാനും കാണിച്ചു തരാനേ സാധിക്കുള്ളൂ. അകത്ത് നേതാക്കൾക്ക് പ്രവേശനമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അകത്തേക്ക് പോകും. എന്തായാലും ആ വിലാപയാത്ര കാത്തിരിക്കുകയാണ് എല്ലാവരും. വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പ്രധാന പാതയിലേക്ക് കടന്നു കഴിഞ്ഞു. ആ ഇന്ത്യ ഗേറ്റും റിംഗ് റോഡും എല്ലാം പിന്നിട്ട് പ്രധാന പാതയിലേക്ക് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ വിലാപയാത്ര. വലിയ ജനക്കൂട്ടം ആ വാഹന വ്യൂഹത്തെയും അനുഗമിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി, ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ കോൺഗ്രസിന്റെ നേതാക്കൾ. സൈനിക വാഹനമാണ് മൻമോഹൻ സിംഗിനെ വഹിച്ചു കൊണ്ടുവരുന്നത്. അതും പ്രത്യേകമായി അലങ്കരിച്ച, പൂക്കൾ കൊണ്ട് അലങ്കരിച്ച. അദ്ദേഹം അർഹിക്കുന്നൊരു മടക്കയാത്ര, അദ്ദേഹം അർഹിക്കുന്നൊരു യാത്രയെ എന്തായാലും നൽകുകയാണ് ഈ രാജ്യമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. വളരെ വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും. 11:45 സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നത്. ആ പ്രോട്ടോകോളുകളെല്ലാം തന്നെ പാലിക്കേണ്ടതുണ്ട്. വലിയ സുരക്ഷ ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹം അർഹിക്കുന്ന വിടവാങ്ങൽ ചടങ്ങ് കൊടുക്കുന്നതിനൊപ്പം പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എന്തായാലും നടക്കുക. നമ്മളിപ്പോൾ നിഗംബോധ് ഘാട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനവും അദ്ദേഹത്തിന്റെ ആ ഒരു വിലാപയാത്ര, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹത്തെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴെന്തായാലും വാഹനങ്ങൾ ഈ പ്രധാന പാതയിലൂടെ കടത്തിവിടുന്നുണ്ട്. അത് നിയന്ത്രിച്ചുകൊണ്ടാണ്. എന്നാലും വാഹനവ്യൂഹം ഈ പരിസരത്തേക്ക് എത്തുന്ന സമയത്ത് ഇവിടെയുള്ള മറ്റ് യാത്രാ വാഹനങ്ങൾ തടയും. അത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനായി ഇവിടെ വലിയ തോതിൽ തന്നെ പോലീസിന്റെയും അർദ്ധ സൈനികത്തിന്റെയും എല്ലാം ഒരു വിന്യാസം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൈക്കിൽ അനൗൺസ്മെന്റ് ഉണ്ട്. ആളുകൾ കൃത്യമായി ഒരു തിരക്കുണ്ടാക്കാതെ സൈഡുകൾ പാലിച്ച് നിൽക്കണമെന്നുള്ള കാര്യം കൃത്യമായി പറയുന്നു. എന്തായാലും കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കളടക്കം, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ നേതാക്കളടക്കം ഇവിടെ നിഗംബോധ് ഘാട്ടിലേക്ക് എത്തുന്നു. അതിനപ്പുറത്തേക്ക് നിരവധി നേതാക്കൾ അദ്ദേഹത്തിന്റെ വിലാപയാത്രയെ അനുഗമിച്ചും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ ആ വിലാപയാത്ര നിഗംബോധ് ഘാട്ടിലേക്ക് എത്തും. പ്രധാനപ്പെട്ട ഒരു ശ്മശാനമാണ് ഇവിടുത്തെ. അവിടേക്ക് എത്തിച്ചേരും. 11:45 ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാകുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ആ വാഹനം ഇവിടെ വരുന്നതനുസരിച്ച്, ആ സമയക്രമം അനുസരിച്ച് തന്നെയായിരിക്കും മറ്റു നടപടികൾ ഇവിടെ എന്തായാലും പൂർത്തിയാക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ, സൈനിക ബഹുമതികളോടുകൂടി തന്നെ അദ്ദേഹം വിടവാങ്ങുമെന്നുള്ള കാര്യമാണ്. രാജ്യം അദ്ദേഹത്തിന് നൽകുന്നത്. അദ്ദേഹം എല്ലാ രീതിയിലും അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് തന്നെയാണ്. വലിയ വിവാദങ്ങളുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു മെമ്മോറിയൽ പണിയാൻ, ഒരു സ്മാരകം പണിയാനുള്ള സ്ഥലം അനുവദിച്ച് തരണമായിരുന്നു. അല്ലെങ്കിൽ അത് രാജ്ഘട്ടിൽ തന്നെ നടത്തി അവിടെ ഒരു സ്മാരകം പണിയണം, യമുനാ തീരത്ത് നൽകണമെന്നുള്ള കാര്യത്തിൽ വലിയ വിവാദങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴും നേതാക്കളും പറയുന്നുണ്ട് അദ്ദേഹത്തിന് രാജ്ഘട്ടിലോ അല്ലെങ്കിൽ യമുനാ തീരത്തോ ഒരു സംസ്കാര ചടങ്ങുകൾ ഒരുക്കി അവിടെ തന്നെ അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയണമായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ സ്മാരകം പണിയാൻ മറ്റൊരു സ്ഥലം അനുവദിക്കാമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ നടക്കുക നിഗംബോധ് ഘാട്ടിലും. അർജുൻ പീതാംബരനാണ് നിഗംബോധ് ഘാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ഇനി ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 5 കിലോമീറ്റർ ദൂരം ആണ് വിലാപയാത്ര നിഗംബോധ് ഘാട്ടിലേക്ക് എത്തിച്ചേരാനായി ഉള്ളത്.
വിലാപയാത്ര ACC ആസ്ഥാനത്ത് നിന്ന് തുടങ്ങിയ വിലാപയാത്ര അത് നിഗംബോധ് ഘാട്ടിലേക്ക് എത്തുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. രാജീവ്, ഇപ്പോൾ മാതൃഭൂമിയുടെ .comൽ അരുൺ മധുസൂദനൻ എഴുതിയൊരു ലേഖനം അത് ഞാൻ വായിച്ചതാണ്. അത് ഞാൻ വീണ്ടും കൗതുകത്തോടു കൂടി നോക്കുകയായിരുന്നു. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? രാഷ്ട്രീയത്തിന് എപ്പോഴും ആവശ്യം ഒരു വില്ലനെയോ നായകനെയോ ആണ്. രാഷ്ട്രീയക്കാരെ കറുപ്പ് വെളുപ്പ് കളികളിൽ ഒതുക്കി നിർത്താനാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ നിന്നവരെല്ലാം കാലം അപ്രസക്തരാക്കാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പൊതുസമൂഹത്തിന്റെ ഇത്തരം മുൻവിധികളെ മറികടക്കാൻ അസാമാന്യമായ പ്രജ്ഞ ആവശ്യമായിരുന്നു. അങ്ങനെ കാലത്തിന്റെ ഒതുക്കി നിർത്തലുകളെ അതിജീവിച്ച് അമരരായി തീർന്ന ചുരുക്കം ചില ഭരണാധികാരികളിൽ ഒരാളാണ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. രാഷ്ട്രീയത്തിന് എപ്പോഴും ആവശ്യം ഒരു വില്ലനെയോ നായകനെയാണ്. അതിനിടയ്ക്ക് നിൽക്കുന്ന ആളുകളെ കാലം മനഃപൂർവ്വം നിഷ്കരണം ഒഴിവാക്കുകയാണ്. പക്ഷേ അതിനെ അതിജീവിക്കുന്നു. ഈ ഘട്ടത്തിൽ മരണത്തിലേക്ക് എത്തുമ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നതാണ് ആ നേതാവിന്റെ വലിപ്പം. അത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏതായാലും തനി രാഷ്ട്രീയക്കാരനല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെട്ട വ്യക്തിയാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു എത്രയോ നാൾ. 91 മുതൽ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത് ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം വരെ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. നീണ്ട 33 വർഷം അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. പക്ഷേ അവിടെയും അത് പൂർണ്ണ രാഷ്ട്രീയക്കാരനാണോ? ഒരു കാര്യം രാഷ്ട്രീയ ആരോപണം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ അതേ ആരോപണം തിരിച്ചുന്നയിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ആയിരുന്നേയില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തായാലും ഏറ്റവും അവസാനം ഈ രീതിയിലുള്ളൊരു യാത്രയയപ്പ് കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ രാജ്യം ഈ രീതിയിൽ സ്മരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ വലിപ്പം കൊണ്ടാണ്. അദ്ദേഹം പ്രത്യേകിച്ചും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞുവെങ്കിലും സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നതും 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രിയായിരുന്നും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഈ രീതിയിൽ ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്നത്. ഒരുപക്ഷെ വലിയ രീതിയിലല്ല എങ്കിൽ പോലും രാഷ്ട്രീയ കൗശലങ്ങൾ, രാഷ്ട്രീയത്തിൻ്റെതായ ചില ട്രിക്സ് ഒക്കെ അറിയാമായിരുന്ന, ആ രീതിയിൽ ജനങ്ങളെ വലിയ രീതിയിൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടി ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ വേറൊരു രീതിയിൽ കൂടി അദ്ദേഹം ഓർമ്മിക്കപ്പെടുമായിരുന്നു. രീതിയിൽ ആഘോഷിക്കപ്പെടുമായിരുന്നു. ഓർമ്മിക്കുന്നതിനപ്പുറം രതീഷ് പറഞ്ഞാണ് ആഘോഷിക്കപ്പെടുമായിരുന്നു.